നമസ്കാരം. നിഗൂഢതകൾ 20-ാം മണിക്കൂറാണ്. ഡൽഹിയിൽ സ്വന്തം ബന്ധുവാണ് 1-ാം വർഷ നിയമ വിദ്യാർത്ഥിയെ കുത്തിവീഴ്ത്തിയത്. തൊട്ടടുത്ത് താമസിച്ചിരുന്ന സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നവർ. ഒരുപാട് ഭീഷണികൾ ബിഎൽഒമാർ നേരിടുന്നുണ്ട് സംസ്ഥാനത്ത് ഉടനീളം. അത്തരത്തിലൊരു സംഭവം കാസർഗോഡ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു യുവതി മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് കവർന്നത് 12 ലക്ഷം രൂപയാണ്. ഇങ്ങനെ നിഗൂഢതകളുടെ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. ഡൽഹിയിൽ ഒരു നിയമ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കുത്തിക്കൊന്നത് സ്വന്തം സഹോദരങ്ങളുടെ കൺമുന്നിൽ. ദക്ഷിണ ഡൽഹിയിലെ സംഗം വിഹാറാണ് സ്ഥലം. മരിച്ചത് മുഹമ്മദ് ഇർഷാദ് എന്ന 27 വയസ്സുകാരൻ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിയമ വിദ്യാർത്ഥിയായിരുന്നു അവൻ. 1-ാം വർഷം. ഏതാണ്ട് രാവിലെ 11 കൂടിയാണ് സംഭവം നടക്കുന്നത്. 2 പേരാണ് ഇതിൽ നിലവിൽ അറസ്റ്റിലുള്ളത്. ഇയാൾക്ക് 1-ലേറെ തവണ കുത്തേറ്റു. കത്തിക്കുത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു എന്നൊരു ഫോൺ കോളാണ് പോലീസിനെ തേടിയെത്തുന്നത്. പോലീസ് പാഞ്ഞെത്തി മജീദിയ മക്ബുൽ മെമ്മോറിയൽ ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും അയാളുടെ മരണം സംഭവിച്ചിരുന്നു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഈ ബന്ധുക്കൾ. ഇർഷാദിന്റെ സഹോദരി ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ആ കൊലപാതകം. ഇവരുടെ അങ്കിൾ ചാച്ച എന്ന് വിളിക്കുന്ന മുബാറക്ക്, അയാളുടെ ഭാര്യ റിഹാന, അവരുടെ മകൻ ഇഷ്തിയാഖ്, ഒപ്പം 18 വയസ്സിൽ താഴെയുള്ള മറ്റൊരു മകൻ. ഇത്രയും പേരാണ് ഈ അക്രമം നടത്തിയത്. സഹോദരി കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ പോലീസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു. വീടിന് മുന്നിലെ സ്ഥലം വൃത്തിയാക്കുന്നതിനെ ചൊല്ലിയുള്ള ചെറിയൊരു തർക്കമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നോർക്കുമ്പോൾ എത്രമാത്രം സങ്കീർണമാണ്, ഭയങ്കരമാണ് കാര്യങ്ങൾ എന്നോർക്കുക. ആദ്യം അമ്മയുമായിട്ടാണ് ഈ ബന്ധുക്കൾ വഴക്കുണ്ടാക്കിയിരുന്നത്. അമ്മയുമായി ഈ പറയുന്ന ചാച്ച വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഇർഷാദ് ഓടിയെത്തി. ഇർഷാദ് അമ്മയോട് അകത്ത് പോകാൻ പറഞ്ഞു. പക്ഷെ പിന്നീട് തർക്കമായി. ആ തർക്കത്തിനൊടുവിൽ ഈ ചാച്ചയുടെ മകൻ അവൻ കത്തിയെടുത്ത് കുത്തി. ഒന്നല്ല പലവട്ടം. ആ സഹോദരി പറയുന്നത് കേട്ടു. मेरे भाई ने बाहर निकल के आया वो घर में से, उसने ये बोला कि मम्मी लड़ाई मत करो, अंदर चली जाओ, मत इनके मुंह लगो। मेरी मम्मी अंदर आ गई और मेरी जो चाची थी वो बाहर थी और मेरे चाचा को उन्होंने फोन करके बुला लिया, अपने बड़े लड़के को भी बुला लिया। और हमारे घर में उस टाइम पे कोई भी नहीं था। मेरे पापा जो थे वो भैंसों की तरफ भैंसों का चारा मिला रहे थे और मेरी बड़ी बहन भी उनके साथ मदद करवा रही थी उनकी। और फिर मेरे चाचा आए हैं और वो उनका लड़का मोहम्मद इश्तियाक, वो दोनों आए हैं। उनके छोटे लड़का अंदर से चाकू निकाल के लेके आया है और मेरे चाचा ने मेरे भाई को पकड़ लिया है और उनके लड़के ने इश्तियाक ने चाकू मारा मेरे भाई को। ചാച്ചൻ പിടിച്ചു നിർത്തി. ചാച്ചന്റെ മകൻ കുത്തി. അവൾ പറഞ്ഞത് കേട്ടല്ലോ. ചെറിയൊരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നോർക്കുമ്പോൾ എത്രമാത്രം ചെറിയ കാര്യങ്ങളാണ് ഒരു ജീവൻ എടുക്കുന്ന സംഭവത്തിലേക്ക് പോലും എത്തുന്നത് എന്നോർക്കുക. മറ്റൊരു ബന്ധു ആ കാര്യം വീണ്ടും വിശദീകരിച്ചു. हम सुबह दूध धार निकलवा ली है और 4 दिन से गाली बोल रही थी। मैंने उसको यही बोली कि देख तू रोज रोज गाली क्यों बोलती है, नहीं तो सरकारी रोड है, नहीं हमारी रोड है नहीं तुम्हारी रोड है, ये तो सरकारी रोड है, ये तो सारे जाएंगे, पब्लिक सारे जाएंगे। बस इतनी क्या हुआ था यही बात है आज की। हाँ, कुड़ी को लेकर झगड़ा हुआ था। हाँ यही बात है। अब बस हमारा बड़ा इरशाद मोहम्मद इरशाद था, वो हमें अंदर में बंद कर दिया कि मम्मी चली जा। फिर उसे पूछने लगा कि हमारे घर से तेरे को क्या एलर्जी है कि तू बार बार लड़ाई करती है। बस वो अपने आदमी को बुला लिया, पर लड़के उसका लड़का भी ड्यूटी पे था, वो अपने लड़का को बुला लिया। आदमी सैनिक फार्म में काम करता है मिस्त्री का। CCTV പരിശോധിക്കുന്നുണ്ട് പോലീസ്. ആ പ്രദേശത്തുള്ള CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് പ്രാഥമികമായി മനസ്സിലായത് ഇതൊരു തർക്കത്തിൽ തുടങ്ങി, പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ്. നിലവിൽ ഈ പറയുന്ന അവരുടെ ചാച്ച മുബാറക്ക്, ഒപ്പം മകൻ ഇഷ്ഫിക്കുൾ
ഇവർ രണ്ടുപേരുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീരുന്നില്ല നമ്മുടെ നാട്ടിൽ കുരുതുകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ. ഇത്തവണ പിടിയിലായത് 74 വയസ്സുകാരനാണ്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടായിരുന്ന ക്രൂരത. ഇടുക്കിയിൽ അവിടെ രാജാക്കാട്, അവിടെയായിരുന്നു സംഭവം. ഇടുക്കി രാജാക്കാട് വെച്ച് 10 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചത്. ഇയാളുടെ പേരെന്താണെന്നോ? ചാക്കോ എന്നാണ്. 74 വയസ്സുകാരനാണ്. വയനാട് സ്വദേശിയാണ്. രാജാക്കാട്ടെ ബന്ധുവീട്ടിൽ അവിടെ സന്ദർശനത്തിനെത്തിയതാണ് ഇദ്ദേഹം. അത്ര അടുത്ത ബന്ധുവൊന്നുമല്ല. പക്ഷേ അദ്ദേഹം അവിടെ എത്തിയിട്ട് അദ്ദേഹം കാട്ടിയ പോക്കൃത്തരം ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡനമേറ്റ കാര്യം ആരും ആദ്യം അറിഞ്ഞിരുന്നില്ല. പിന്നീട് വിദ്യാർത്ഥിക്ക് വയറുവേദന അനുഭവപ്പെടുകയാണ്. ഇതേ തുടർന്ന് ഡോക്ടറെ കാണിച്ചു. അവിടെ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥി ഒരു പീഡനത്തിന് ഇരയായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. ഈ വൈദ്യപരിശോധന അറിഞ്ഞ ചാക്കോ പിടിയിലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു. ഉടൻ തന്നെ രാജക്കാട് നിന്ന് മുങ്ങി. പിന്നെ പൊങ്ങിയത് വീണ്ടും വയനാട്ടിലാണ്. പോലീസ് വയനാട്ടിലേക്ക് എത്തി. രാജക്കാട് SHO OV വിനോദ് കുമാർ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഊർജിതമാക്കി. അങ്ങനെ വെളുപ്പിന് 2 മണിയോടുകൂടി വയനാട്ടിൽ വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടി. നിലവിൽ പോക്സോ കേസ് പ്രകാരം ഇയാളെ കുടുക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പെൺകുട്ടിയുടെ ആരോഗ്യനില അത് പ്രശ്നമില്ല, തൃപ്തികരമാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്നത്. എന്തായാലും അവിടെ കൃത്യമായൊരു ഇടപെടൽ ആ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ധൈര്യപൂർവ്വം പോലീസിനെ സമീപിക്കാനുള്ള തീരുമാനവുമെല്ലാമാണ് അതിൽ നിർണായകമായത്. എന്തായാലും ഇത്തരത്തിലുള്ള വൈകൃതങ്ങളുള്ളവർ അവരെ സൂക്ഷിക്കുക. 74 വയസ്സുകാരനാണ്. സ്വന്തം മുത്തച്ഛനെ പോലെ കരുതിയ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനം. പൊന്നാനിയിൽ ഒരു വൻ റാക്കറ്റിനെ പോലീസ് തകർത്തു. അതായത് സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കലാണ് ഇവരുടെ പരിപാടി. സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരെയും അമ്പരപ്പിക്കും. നിരവധി 100 കണക്കിന് യൂണിവേഴ്സിറ്റികളുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാണ്. വ്യാജ സീലുകളും നിരവധി. വൻ സംഘത്തെയാണ് പോലീസ് പൊക്കിയത്. പൊന്നാനിയിലെ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. പല ഘട്ടങ്ങളിലായി ഇപ്പോൾ 10 പേരാണ് പോലീസിന്റെ പിടിയിലായത്. 20-ലധികം സർവകലാശാലകളുടെ 100-ലേറെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. മാർക്ക് ലിസ്റ്റുകളുണ്ട്. കേസിലെ പ്രധാന പ്രതി അത് ഡാനി എന്ന് പറയുന്ന ഒരാളാണ്. ഡാനി എന്നുള്ളത് അതൊരു ചെല്ലപ്പേരായിരുന്നു. ശരിക്കും അയാളുടെ പേര് ധനീഷ് എന്നാണ്. പോത്തന്നൂർ സ്വദേശിയാണ്. 39 വയസ്സ് മാത്രമാണ് പ്രായം. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് അയാൾ സമ്പാദിച്ചത് 2 5 സ്റ്റാർ ബാറുകളാണ്. മാത്രമല്ല വിദേശത്ത് അപ്പാർട്ട്മെന്റുകൾ വേറെയും. അപ്പോൾ എത്രമാത്രം കോടികളുടെ ബിസിനസ് തട്ടിപ്പ് ഇയാൾ ഈ പേരിൽ നടത്തിയിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ. ദിവസങ്ങളോളം രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വലിയ തിരക്കഥകളാണ് പുറത്തേക്ക് വന്നത്. ഇർഷാദിന് പൊന്നാനിയിൽ CV ജംഗ്ഷനിൽ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് ആണ് ഈ സ്ഥാപനത്തിലെ പരിപാടി. അവിടെ നടത്തിയ റെയ്ഡിലാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കണ്ടെത്തിയത്.
കൊറിയർ വഴി വിതരണത്തിനായെത്തിയ വിവിധ യൂണിവേഴ്സിറ്റികളിലെ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളുമാണ് ഈ റെയ്ഡിൽ പോലീസ് സംഘം പിടിച്ചെടുത്തത്. മാർക്ക് ലിസ്റ്റുകൾ മാത്രമല്ല, കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ വേണോ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വേണോ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ വേണോ, റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റ് ആവട്ടെ, അങ്ങനെ എന്തും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. പണം കൊടുത്താൽ മാത്രം മതി, സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള അവസ്ഥ. ഇർഷാദിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു നൽകിയ രണ്ടുപേരാണ് ആദ്യം പിടിയിലാവുന്നത്, രാഹുലും നിസാറും. ഇവരുടെ ചോദ്യം ചെയ്യലും ഇതിന്റെ ചുരുളഴിക്കുന്നതിൽ നിർണായകമായി. ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരാളിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് മണക്കാട് സ്വദേശിയായിട്ടുള്ള ജസീം. ഇയാളാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ച് നൽകിയിരുന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചു. ആരാണ് ജസീം? പോലീസ് ഇന്ന് പൊന്നാനിയിൽ വാർത്താ സമ്മേളനം നടത്തി അതിൽ വിശദീകരിച്ചു. അന്വേഷണത്തിന്റെ നടപടികളിൽ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ജസീം എന്നുള്ള ആളാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ജസീമിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരം ചെല്ലുമ്പോൾ ജസീമിനെ പിടിക്കാൻ അന്ന് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസീമിന്റെ ഡ്രൈവറെയും മറ്റ് കൂട്ടാളികളെയും എല്ലാം അറസ്റ്റ് ചെയ്തു. തുടർന്ന് അന്വേഷണം തുറന്നപ്പോൾ അവിടെയും വിവിധ ഏജൻസികൾ മുഖാന്തരം, വിവിധ വ്യക്തികൾ മുഖാന്തരം ഇങ്ങനെ ലാർജ് സ്കെയിൽ സപ്ലൈ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തന്നെ 22 യൂണിവേഴ്സിറ്റികളുടെ തെക്കൻ ഇന്ത്യയിലുള്ള 22 യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളതായിട്ട് മനസ്സിലായി. തുടർന്ന് ജസീമിന്റെ ട്രെയിനിൽ നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ പുറപ്പെട്ടു. ബാംഗ്ലൂരിൽ പോയി. അതിന് കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഡിസ്പാച്ച് ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ബാംഗ്ലൂരിലത്തെ അന്വേഷണത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത് ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ശിവകാശി കേന്ദ്രീകരിച്ചായി പിന്നീട് പോലീസിന്റെ അന്വേഷണം. ഈ പോലീസ് ഇത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നറിഞ്ഞ ജസീം നാടുവിട്ടു. കോട്ടയം, തെങ്കാശി എന്നിവിടങ്ങളായിരുന്നു ആദ്യം ഒളിവിൽ കഴിഞ്ഞത്. പിന്നീട് നേരെ ബംഗളൂരിലേക്ക് കടന്നു. ബംഗളൂരുവിലെ ഒരു ഒളിസങ്കേതത്തിൽ നിന്നാണ് പൊന്നാനി പോലീസ് ഏറ്റവും ഒടുവിൽ ജസീമിനെ പിടികൂടുന്നത്. തെലങ്കാനയിലും വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഇയാൾ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യലിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന ഡാനി എന്ന സംഘത്തലവനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡാനി അതൊരു ചെല്ലപ്പേരാണ്. അയാളുടെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ ഇതൊന്നുമില്ലാതെയാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. ആ നെറ്റ്വർക്കിലുള്ള ആളുകൾക്ക് പോലും ഡാനി എന്നുള്ള പേര് മാത്രമാണ് അറിയാവുന്നത്. ഡാനി ആരാണ് എന്നുള്ളത് പോലീസിന്റെ കൗശലം നിറഞ്ഞ ഒരു അന്വേഷണത്തിലാണ് ഡാനിയെ കണ്ടെത്തുന്നത്. ഇതെല്ലാം മനസ്സിലായത് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഐഡന്റിറ്റി ആർക്കും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വേഗമായിട്ട് മനസ്സിലാവും. അപ്പൊ അത് ആര് എന്നുള്ളതിനകത്ത് ഉത്തരമുള്ളത് ഡാനി എന്നുള്ള ഒരു പേര് മാത്രമാണ്. ഈ ഡാനി എന്നുള്ള ഒരു വളരെ രഹസ്യാത്മകത സ്വന്തം ഐഡന്റിറ്റിയിൽ സൂക്ഷിക്കുന്ന വ്യക്തി അവരുടെ മലയാളിയാണോ ഏത് നാട്ടുകാരനാണോ എന്നുള്ളത് നമുക്ക് ആദ്യം പിടികിട്ടിയില്ല. പിന്നീട് അതിന്റെ അന്വേഷണത്തിൽ നിന്ന് അത് മനസ്സിലായത് മലപ്പുറം ജില്ലയിലെ തന്നെ താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ധനേഷാണ് ഈ ഡാനി എന്നുള്ളത് വ്യക്തമായി. അതിനെ തുടർന്ന് നമ്മൾ ധനേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ 2013 സമാനമായിട്ടുള്ള ഒരു ഫോൾസ് സർട്ടിഫിക്കറ്റ് സപ്ലൈ ചെയ്ത ഒരു കേസ് അയാൾക്കെതിരെയുണ്ട്. അയാളെ നമ്മൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്തെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഞാൻ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് കോഴിക്കോട് പോലീസിൻ്റെയും ചുമതല പോലീസിൻ്റെയും കൂടി സഹായത്തോടുകൂടി നമ്മൾ ഞാൻ കസ്റ്റഡിയിലായിരുന്നു സാഹചര്യം. അങ്ങനെ ഈ ഡാനിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായി ശിവകാശിയിലേക്ക് എത്തി അന്വേഷണ സംഘം. വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം തന്നെ അവർ റെയ്ഡ് ചെയ്തു. 1 ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന പേപ്പറുകൾ ഉണ്ടല്ലോ, അവ പിടിച്ചെടുത്തു. ഹോളോഗ്രാം സീലുകൾ അത് നിരവധിയായിരുന്നു. വൈസ് ചാൻസലർമാരുടെ സീലുകൾ, അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ, പ്രിന്ററുകൾ, ഇവയൊക്കെയാണ് ഈ സെന്ററിൽ നിന്ന് പൊന്നാനി പോലീസ് പിടിച്ചെടുത്തത്. ഇവിടെ വെച്ച് ഡാനി എന്നത് തിരൂർ മീനടത്തൂർ സ്വദേശി ധനീഷാണെന്ന് പോലീസിന് വ്യക്തമാവുകയാണ്. കേരളത്തിലും വിദേശത്തുമടക്കം വലിയ ആഡംബര വീടുകൾ, അപ്പാർട്ട്മെന്റുകളും ബിസിനസ്സും ഒക്കെ സ്വന്തമായിട്ടുള്ള ആളാണ് ഡാനി എന്ന് വിളിക്കുന്ന ഈ ധനീഷ്. 12 കൊല്ലം മുൻപും ഇയാൾ ഇത്തരത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പിടിയിലായിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതി ഡാനി എന്ന ധനീഷ് വ്യാജ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചങ്ങനെ
അതിൽ 2 5 സ്റ്റാർ ബാറുകൾ പോലും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കുന്ദമംഗലത്ത് വെച്ചാണ് ധനീഷിനെ അതിസാഹസികമായി അറസ്റ്റ് ചെയ്യുന്നത്. പ്രിന്റിംഗ് പ്രസ്സിലുണ്ടായിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ കുറച്ചുപേർ ജൈനുൽ അബിദീൻ, അരവിന്ദ്, വെങ്കിടേഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയ സംഘം, ഒരു വലിയ റാക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതില് ആദ്യത്തെ അറസ്റ്റായിട്ട് ഒരു ഇർഷാദിനെ, പൊന്നാനിക്കാരനായിട്ടുള്ള ഒരു ഇർഷാദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അയാളോടൊപ്പം തന്നെ ഒരു നിസാറ്, മറ്റ് 2 പേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു. അവരിലുള്ള അന്വേഷണത്തിൽ നിന്ന് വെളിവായത് ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതാണെന്ന്, അത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തെന്ന അല്ല എന്നുള്ളത് മനസ്സിലായി. തുടർന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഒരാളിൽ നിന്ന് 75,000 രൂപ, അതായത് 3/4 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നത്. എന്നിട്ടാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് എന്തൊക്കെയാണ് ആളുകൾ ചെയ്തിരുന്നെന്നോ, നിരവധി സ്ഥാപനങ്ങളിൽ അനർഹമായി ജോലി സമ്പാദിച്ചു. പലരും വിദേശത്ത് കടന്നു. അതായത് വിദേശ എംബസികളിൽ പോലും ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് അവർ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആർക്കും കണ്ടെത്താൻ പോലും പറ്റാത്ത തരത്തിൽ പ്രൊഫഷണലായിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് വ്യക്തം. കേരളത്തിലും കർണാടകത്തിലുമായി 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അങ്ങനെ പ്രതികളെയും ഈ തൊണ്ടി വസ്തുക്കൾ ഉൾപ്പെടെയുള്ള വലിയൊരു റാക്കറ്റിനെ പൊന്നാനി പോലീസ് പിടികൂടിയത്. കാസർഗോഡ് BLOമാർക്കെതിരെ ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നുമുണ്ടായി അത്തരത്തിലൊരു ഭീഷണി. ഒരു വനിതാ BLO ആണ് ഇന്നൊരു BJP പ്രവർത്തകരിൽ നിന്ന് ഭീഷണി നേരിട്ടത്. തടഞ്ഞു നിർത്തി SIR വിവരങ്ങൾ ഫോണിലേക്ക് അയാൾ ചോർത്തിയെടുത്തു. കാസർഗോഡ് ഉപ്പളയിലായിരുന്നു സംഭവം. SIR വോട്ടർ പട്ടിക ഡാറ്റ കളക്ഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു BLO ആയ കണ്ണാടിപ്പാറ സ്വദേശിനിയായിട്ടുള്ള സുഭാഷിണി. അപ്പോഴാണ് ഈ BJP പ്രവർത്തകനായിട്ടുള്ള ഉപ്പള മണിമുണ്ട സ്വദേശി അമിത് ഭീഷണിയുമായി എത്തുന്നത്. വഴിയിൽ ഇയാൾ പ്രതിയല്ലിയാൾ തടഞ്ഞു നിർത്തി, എന്നിട്ട് ഭീഷണിപ്പെടുത്തി. SIR ഡീറ്റെയിൽസിന്റെ ആപ്ലിക്കേഷൻ ഫോണിൽ തുറന്നു കാട്ടണമെന്ന് നിർബന്ധം പിടിച്ചു. ഫോണിൽ നിന്ന് വിവരങ്ങൾ അത് സ്വന്തം ഫോണിലേക്ക് പകർത്തുകയും ചെയ്തു. പിന്നീട് ഇയാൾ ഈ കിട്ടിയ വിവരങ്ങളെല്ലാം പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു. അമിത് എന്നാണ് അയാളുടെ പേര്. ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണിയും ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയുണ്ടായ ഈ തടസ്സം വയ്ക്കലുമൊക്കെ. അങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചു, ഭീഷണിപ്പെടുത്തി എന്നീ 2 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നിർദ്ദേശമുണ്ടായിരുന്നു ഈ കേസെടുക്കുന്നതിന് പിന്നിൽ. അതേസമയം ഈ പരാതി വ്യാജമാണെന്നാണ് BJP ആരോപിക്കുന്നത്. പരാതിക്കാരിയായിട്ടുള്ള സുഭാഷിണി സജീവ LDF പ്രവർത്തകയാണെന്നും അതിലെ രാഷ്ട്രീയ വിരോധം കൊണ്ട് കെട്ടിച്ചമച്ചതാണ് ഈ പരാതിയെന്നും BJP ആരോപിക്കുന്നു. കേൾക്കാം. മഞ്ചേശ്വരം ഉപ്പളയില് BLAയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും അവരെ ഭീഷണിപ്പെടുത്തി വിവരങ്ങൾ ചോർത്തിയെടുത്തു എന്നുള്ള പരാതി വ്യാജമാണ്. BJPയുടെ സജീവ പ്രവർത്തകൻ അമിതിനെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഈ BLO പക്ഷപാതപരമായിട്ട് പെരുമാറുന്നു എന്ന് BJP നേരത്തെ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് രവിചന്ദ്ര മംഗൽപാടി പഞ്ചായത്തില് 7ാം വാർഡിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇവർക്കെതിരായിട്ട് പരാതി കൊടുത്തതുകൊണ്ടും അതുപോലെ തന്നെ LDFനെതിരെ BJP മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കള്ളപ്പരാതി കൊടുത്തിട്ടുള്ളത്. ഈ BLAക്കെതിരെ നേരത്തെ തന്നെ അവരുടെ പക്ഷപാതം കാണിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ BJP ഉന്നയിച്ചതാണ്. അതിന് വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കള്ളക്കേസും അതുപോലെ തന്നെ ഈ അറസ്റ്റും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. BLAയുടെ പക്ഷപാതപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP ആവശ്യപ്പെടുകയാണ്.
എന്തായാലും ഇയാളെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഇടപെടൽ ഇതിനകത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ BLOമാരുടെ പരാതി നേരത്തെ വന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടി എടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടിരുന്നു. ഇനി ഇതാദ്യമായല്ല കാസർഗോഡ് ഈ സംഭവം നടക്കും. നേരത്തെ ദേലമ്പാടി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ അവിടെ അന്ന് BLO ആയിട്ടുള്ള അജിത്തിന് നേരെയായിരുന്നു കയ്യേറ്റ ശ്രമം. അസഭ്യം പറയലും ഉണ്ടാവുകയും ചെയ്തു. അന്ന് ഇത്തവണ BJP-കാരായിരുന്നെങ്കിൽ അന്ന് CPM-കാരായിരുന്നു പ്രതിസ്ഥാനത്ത്. ദേലമ്പാടി പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷനും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടുള്ള ചാപ്പക്കലിലെ സുരേന്ദ്രനെതിയായിരുന്നു അന്ന് പരാതി ഉയർന്നത്. ആ ദൃശ്യങ്ങൾ കൂടി അന്നത്തെ. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ BLOമാർ നേരിടുന്നു എന്നുള്ളത് അത് ഒട്ടും പ്രോത്സാഹനീയമല്ല. കാരണം അവരുടെ പണി ചെയ്തല്ലേ മതിയാകൂ. BLOമാർക്കെതിരെ തുടർച്ചയായ അതിക്രമം ഉണ്ടാകുന്ന ഈ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചത്. എന്നാലും ഇത് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കും. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ പറ്റിച്ച് 12 ലക്ഷം തട്ടിയ ഒരു വിരുതിയുണ്ട്. അത് പാകിസ്ഥാന് വേണ്ടി പാവപ്പെട്ടവൻ ചാരവൃത്തി നടത്തിയെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു. കാണാം. മലപ്പുറത്ത് അവിടെ കോരൻകോട് കോലത്തോടി ആലിപ്പറമ്പിൽ ഹസീന എന്ന് പറയുന്ന 37-കാരിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വളരെ ആസൂത്രിതമായിട്ടാണ് റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു പാലക്കാട് സ്വദേശിയെ ഇവർ കബളിപ്പിക്കുന്നത്. തട്ടിയെടുത്തത് 12 ലക്ഷം രൂപയാണ്. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ അത് കേസായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ കബളിപ്പിക്കുകയായിരുന്നു. ഇവരുടെ അറസ്റ്റിന് പിന്നാലെ ഭർത്താവും സുഹൃത്തും ഒളിവിൽ പോയി. ഭർത്താവിന്റെ പേര് അബ്ദുൾ റസാഖ് എന്നാണ്. സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയായിട്ടുള്ള മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനാണ് ഈ ആസൂത്രിതമായിട്ടുള്ള തട്ടിപ്പിന് ഇരയാവുന്നത്. 3 മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഉദ്യോഗസ്ഥൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതായി വിവരം കിട്ടിയെന്നും കോടതിയിൽ കേസുണ്ടെന്നും ഒക്കെ ഇവർ പറഞ്ഞങ്ങ് ബോധിപ്പിച്ച് ഫലിപ്പിച്ചെടുത്തു. അങ്ങനെയാണ് ഇയാൾ ആകെ അമ്പർന്നത്. വ്യാജരേഖ ഉൾപ്പെടെ കാട്ടി ഇയാളുടെ വിശ്വാസം ആർജിച്ചു. കള്ളക്കേസാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നും രക്ഷപ്പെടുത്താമെന്നും അക്കൗണ്ടിലുള്ള പണം പക്ഷേ പെട്ടെന്ന് തന്നെ മാറ്റണം, താൽക്കാലികമായി അത് മാറ്റി സൂക്ഷിച്ചില്ലെങ്കിൽ ആ പണം പോകുമെന്നുള്ളതായിരുന്നു ഈ സംഘത്തിന്റെ നിർദ്ദേശം. ഇത് വിശ്വസിച്ചു ആ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ. 7 ലക്ഷം രൂപ ആദ്യം ഹസീനയുടെ ചെറുപ്പളശ്ശേരിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി. 5 ലക്ഷം രൂപ അബ്ദുൾ റസാഖ് ഈ ഹസീനയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഉടൻ തന്നെ ഹസീനയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം ATM വഴി ഈ ഭർത്താവ് പിൻവലിച്ചു. പിന്നീട് ഈ സംഘം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു കളഞ്ഞു. ഇതോടുകൂടിയാണ് താനൊരു തട്ടിപ്പിനാണ് ഇരയായതെന്ന് ഈ റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും കസബ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. സൈബർ പോലീസിന്റെ സഹായത്തോടെ ബാങ്കിലെ അക്കൗണ്ടും ഫോൺ കോളുകളും ഒക്കെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘത്തിലേക്ക് കസബ പോലീസ് എത്തുന്നത്. മലപ്പുറത്തെത്തി ഹസീനയെ പിടികൂടിയെങ്കിലും ഭർത്താവ് അബ്ദുൾ റസാഖും പല പേരുകൾ അറിയപ്പെടുന്ന ആ സുഹൃത്തും അവർ കടന്നു കളഞ്ഞിരുന്നു. കസ്ബ ഇൻസ്പെക്ടർ M. സുജിത്ത്, SI ഹർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുന്നു. ഇവരും ഉടൻ തന്നെ കുടുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം നിഗൂഢമായിട്ടുള്ള കാഴ്ചകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും തിങ്കളാഴ്ച 20th hour 20ാം മണിക്കൂർ.